ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചരിത്രം പറഞ്ഞു തരുന്നു നമുക്ക്. സൂറത്തുൽ മാഇദ, ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക് ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ. ആദം നബിയുടെ രണ്ട് മക്കളുടെ ചരിത്രമാണ് ഖുർആൻ പറയുന്നത് സൂറത്തുൽ മാഇദയിൽ. ഹാബീലിൻ്റെയും ഖാബീലിൻ്റെയും ചരിത്രം, ഏബലിൻ്റെയും ഖെയ്നിൻ്റെയും ചരിത്രം. ഇംഗ്ലീഷുകാർ ഏബൽ ആൻഡ് ഖെയ്ൻ എന്ന് പറയും. ഹാബീൽ ആൻഡ് ഖാബീൽ, ഹാബീലും ഖാബീലും. ഹാബീൽ മരിച്ചുപോയ ആളാണ്. ഹാബീലു ഹാലിക്കുൻ, ഖാബീൽ ഖാത്തിലുൻ. ഖാബീൽ കൊലപാതകിയായിരുന്നു. ഖാബീൽ ഖാറൂൻ മോശപ്പെട്ട ഒരു മുതലാളിയായിരുന്നു. ഖാബീൽ കൊലപാതകം ചെയ്തവനാണ്. ഇങ്ങനത്തെ രണ്ട് ഹാറൂനും ഖാറൂനുമുണ്ട്. ഹാറൂൻ നബിയാണ്, ഖാറൂൻ മോശപ്പെട്ട ഒരു മുതലാളിയായിരുന്നു. ഖാറൂൻ, ഖാഫ് വരുന്ന രണ്ടും പ്രശ്നങ്ങളാണ്. ഹാബീലും ഖാബീലും പറയുമ്പോൾ ഖാഫ്, ഖാബീൽ ഖാത്തിലാണ്, കൊലപാതകം ചെയ്തവനാണ്. ഹാബീൽ ഹാലിക്കാണ്, അവിടെ മരിച്ചുപോയ ആളാണ്. കൊന്നതാരാ? സ്വന്തം ജ്യേഷ്ഠൻ. കൊലപാതകങ്ങൾ നടക്കുമ്പോ ജയിലുകളുടെ ഇരുളിനുള്ളിൽ കിടന്ന് അഴികളെണ്ണി കിടക്കുമ്പോൾ ഓർമ്മ വരും വേണ്ടില്ലായിരുന്നുവെന്ന്. എടുത്ത് ഈജിപ്തിൽ ഒരു വിധി നടന്നു. ആ വിധി നടക്കുമ്പോൾ ജഡ്ജ് പ്രതിയോട് ഒരു വാളന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു സ്പീച്ച് ജഡ്ജ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട് തൂക്കിലേറ്റാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരനോട്, ത്വാഹ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മയെ കൊല ചെയ്തു കഴിഞ്ഞു. എന്തിനെന്നറിയോ? കാമുകിൻ്റെ കൂടെ പോവാൻ. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. തൻ്റെ കാമുകിയെ തൻ്റെ ഉമ്മക്ക് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ അവൾ വേണ്ട മോനെ, നിനക്ക് നല്ല സ്വാലിഹത്തായൊരു പെണ്ണിനെ അള്ളാഹു തരും. ഇവനാണെങ്കിലോ ഹിഫ്ദ് പഠിച്ച ആൾ കൂടിയാണ്, ജാമിഅത്തുൽ അസ്ഹറിൽ പഠിച്ച ആളാണ്. പക്ഷേ ഇബ്ലീസ് അങ്ങ് കൊണ്ടുപോയി. ജഡ്ജിയുടെ മനോഹരമായ വാക്കുകൾ, നിന്നെ വയറ്റിൽ 9 മാസം കൊണ്ടു നടന്നതിന് പകരം നീ ഉമ്മക്ക് പകരം നൽകിയത് എന്ത് എന്ന് നീ ഓർത്തിട്ടുണ്ടോ ത്വാഹ? നീയൊന്ന് വളരണം എന്ന് വിചാരിച്ച് നിനക്ക് അമ്മിഞ്ഞപ്പാല് തന്ന് അന്നം തന്ന് ഊട്ടി വളർത്തിയ നിന്റെ ഉമ്മക്ക് നീ പകരം കൊടുത്തത് ആ ഉമ്മയെ ശ്വാസം മുട്ടിക്കുകയായിരുന്നില്ലേ? ആ ഉമ്മ നിലവിളിച്ചില്ലേ, ത്വാഹ നീ എന്നെ കൊല്ലല്ലേ, നീ ഇഷ്ടപ്രകാരം നീ എന്താ തീരുമാനിച്ച പോലെ ചെയ്തോ, എന്നെ ഒന്ന് വിട് എന്ന്. ഹാഫിളത്തായ ഉമ്മ, ആ ഉമ്മ ഹാഫിളത്താണ്, കുട്ടികൾക്ക് ഹിഫ്ദ് പഠിപ്പിക്കുന്ന ഉമ്മയായിരുന്നു. ഇതൊക്കെ വിളിച്ചു പറഞ്ഞപ്പോഴും ത്വാഹ, പിശാച് നിന്റെ ഖൽബിൽ കൊണ്ടുവന്ന ദുശ്ചിന്ത കാരണം നിനക്ക് തോന്നിയില്ലല്ലോ എൻ്റെ ഉമ്മയെ ഒന്നും ചെയ്തില്ലെങ്കിലും എൻ്റെ ഉമ്മയെ ഒന്ന് വെറുതെ വിടാം, എന്നിട്ട് ആ ഉമ്മയുടെ ശരീരം കഷ്ണങ്ങളാക്കി നീ കുഴിച്ചിട്ടല്ലേ? അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നീ വിചാരിച്ചോ മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത വിധം നീ മറച്ചു വെച്ചിട്ടുണ്ട് നിന്റെ തെളിവുകളെങ്കിൽ ആകാശലോകത്തിരിക്കുന്നവന്റെ കണ്ണുകൾ ഇത് കാണുകയാണ്. അതൊരു ഉപമയായി പറയുന്നതാണ്. അള്ളാഹുവിൻ്റെ കണ്ണുകൾ വേണ്ട, അള്ളാഹുവിൻ്റെ കണ്ണുകളില്ല, റബ്ബ് കാണുന്നുണ്ട് എന്ന് നീ വിചാരിച്ചില്ലല്ലേ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു വാല് തന്നെ ജഡ്ജ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവനെ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ തോന്നുന്നുണ്ടാകാം വേണ്ടില്ലായിരുന്നുവെന്ന്. അപ്പോൾ അവൻ ചിന്തിക്കുന്നുണ്ടാകാം, ഞാൻ എന്തിനിതൊക്കെ ചെയ്തു കൂട്ടിയെന്ന്. ആ കാമുകയും പോയി, ഉമ്മയും പോയി, സ്വന്തം ജീവനും പോകാൻ നിൽക്കുകയാണ്. മനുഷ്യൻ ചില നേരത്ത്, ഒരൽപ്പനേരത്ത് മനുഷ്യന് ചിന്താശേഷി നഷ്ടപ്പെടുമ്പോൾ വന്നു ഭവിക്കുന്ന മഹാദുരന്തങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കുറഞ്ഞ സമയം മതി ഇതിനൊക്കെ. ഒരു ഡ്രഗ് അടിച്ചു കഴിഞ്ഞാൽ ബോധം ഉണ്ടാവില്ലേ, എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത് അറിയോ?